NMMS എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ള ഒരു കാര്യം ഇതായിരിക്കും. OMR ഷീറ്റ് എങ്ങനെയാണ് ബബിൾ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മാർക്ക് പോവാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട് അല്ലെ. OMR ഷീറ്റിൽ ഒരു പ്രാവശ്യം ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാനോ തിരുത്താനോ ഒന്നിനും പറ്റില്ല. നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ വേറെ OMR ഷീറ്റ് തരുമോ ഒന്നും നമുക്ക് ചെയ്യില്ല. അപ്പൊ അത്രയധികം ശ്രദ്ധിച്ചിട്ട് വേണം എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാൻ, ഓരോ കാര്യങ്ങളും മാർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിരുന്നു കാണാൻ. എങ്ങനെയാണ് OMR ഷീറ്റ് ബബിൾ ചെയ്യേണ്ടത്, എങ്ങനെ പേര് എഴുതണം, എവിടെയാണ് റോൾ നമ്പർ എഴുതിയിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും മിസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ എൻ്റെ കുട്ടികളെ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിരുന്നു കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ നിങ്ങൾക്ക് എക്സാമിന് 2 എക്സാം ആണ് വരുന്നത്. രാവിലെ മാറ്റും അതിനുശേഷം സാറ്റും. നമുക്കറിയാം മാറ്റും സാറ്റും 90 മാർക്ക് വീതമാണ് അല്ലെ. 90 മാർക്ക് വീതമാണ് നമുക്ക് 2 എക്സാമും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് രാവിലെ മാറ്റിനൊരു പേപ്പർ തരും. ഓക്കെ, നിങ്ങൾക്കൊരു OMR ഷീറ്റ് തരും. അപ്പോൾ അതാ മിസ് ഇവിടെ മാറ്റിൻ്റെയും സാറ്റിൻ്റെയും സാമ്പിൾ പേപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സാറ്റിൻ്റെ ആണെങ്കിൽ ഇത് നമ്മുടെ മാറ്റിൻ്റെ ആണ്. രണ്ടും ഒരേപോലെ തന്നെ ആയിരിക്കും. രണ്ടും നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, ഒരേ ഒരു കാര്യം ഇവിടെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് മാറ്റ് എന്നായിരിക്കും, മറ്റതിൻ്റെ എന്താണ് നമുക്ക് സ്കോലാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സാറ്റ് എന്നായിരിക്കും ഉണ്ടാവുക. ഇനി എങ്ങനെയാണ് ഇത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൽ ബബിൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബോൾ പെൻ ഉപയോഗിച്ച് മാത്രമേ എന്ത് ചെയ്യാവൂ, മാർക്ക് ചെയ്യാവൂ. അതും ബ്ലാക്ക് ഓർ ബ്ലൂ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് മാത്രം ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ബ്ലൂ മാത്രം ഉപയോഗിക്കുക. രണ്ടും കൂടെ കലർത്തിയിട്ടൊന്നും ഉപയോഗിക്കാൻ നിൽക്കരുത്. ജെൽ പെന്നോ പെൻസിലോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കരുത്. റെഡിയാണല്ലോ. അപ്പൊ ബോൾ പെൻ കയ്യിൽ വെക്കുക. ഇനി എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്, ഏതാണ് റോങ് മെത്തേഡ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി, നമുക്കൊരു സർക്കിൾ ഉണ്ടെങ്കിൽ ആ ഒരു സർക്കിളിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ബബിൾ ചെയ്യണം. ഓക്കെ, എന്ത് ചെയ്യരുത്, ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ക്രോസ് ഇട്ട് വെക്കുക. കുറച്ച് ഭാഗം നമുക്ക് ആ ഒരു വൈറ്റ് പോർഷൻ കാണുന്ന രീതിയിലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ബബിൾ ചെയ്ത് വെക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്, കറുപ്പിച്ച് അവിടെ ഓട്ടയാവും ചെയ്യരുത് കേട്ടോ. ഓക്കെ, ചിലപ്പോൾ അങ്ങനെയാണ്, നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും, നന്നായിട്ട് കറക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായി കറുപ്പിച്ചിട്ട് അവസാനം അവിടെ ഓട്ടയായി പോവും. അങ്ങനെ ഒരു അവസ്ഥയും വരുത്തരുത്. ഇനി നമുക്കത് അവിടെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, നിങ്ങളുടെ പേര് എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കും. എങ്ങനെയാ പേര് എഴുതുന്നത്, മിസ് ഇവിടെ മിസ്സിന്റെ പേര് എഴുതി കാണിച്ചു. അപ്പോൾ നമുക്ക് ഓരോരോ ലെറ്റേഴ്സും ഓരോരോ കള്ളികളിലായിട്ട് വേണം എഴുതാൻ. അപ്പോൾ മിസ്സിന്റെ പേര് കാർത്തിക. അപ്പോൾ മിസ് KARTHIKA. ഇനി നമുക്ക് എന്തുണ്ടായിരിക്കും, നമുക്ക് സെക്കൻഡ് നെയിമോ ഇനീഷ്യൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മിസ്സിന്റെ പേര് കാർത്തിക TP എന്നാണ്. അപ്പോൾ കാർത്തിക എന്നുള്ളത് കഴിഞ്ഞ് മിസ് ഒരു ബോക്സ് വിടുന്നു, അതിനുശേഷം T എഴുതുന്നു, വീണ്ടും ഒരു ബോക്സ് വിടുന്നു, അതിനുശേഷം P എഴുതുന്നു. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ കാൻഡിഡേറ്റ് നെയിം അവിടെ ഫിൽ ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ റോൾ നമ്പർ എന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ റോൾ നമ്പർ എന്താണോ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എന്താണോ അത് വേണം ഇവിടെ ഫിൽ ചെയ്യാൻ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആ നമ്പർ എഴുതുക. അപ്പോൾ മിസ് എന്ത് ചെയ്യുക, 1 2 3 4 1 2 3 4 5 6 എന്നാണ് മിസ്സിൻ്റെ റോൾ നമ്പർ എന്ന് വിചാരിക്കുക. അത് നമ്മൾ ആദ്യം നമ്പർ ആക്കിയിട്ട് ആ ബോക്സുകളിൽ എഴുതുന്നു. അതേ കാര്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മൾ ബബിൾ ചെയ്യും കൂടെ വേണം. അപ്പോൾ എങ്ങനെയാണ് ബബിൾ ചെയ്യുക, 1ന് താഴെ 1ൽ വേണം മാർക്ക് ചെയ്യാൻ. ഓക്കെ, 1ന് താഴെ 1ൽ വേണം മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 അങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ മിസ് ഇവിടെ വേണം മാർക്ക് ചെയ്യാൻ. ഇതിലാണ് 1 വരിക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മിസ് എന്ത് ചെയ്തു, ആദ്യം ഒരു ഡോട്ട് ഇട്ട് വെച്ചു. ഇനി അടുത്ത നമ്പർ ഏതാ, 2 ആണ്. അപ്പോൾ 2 മിസ് നോക്കി, എന്നിട്ട് ഡോട്ട് ഇട്ട് വെച്ചു. ഓക്കെ, എന്തുകൊണ്ടാണ് മിസ് ആദ്യം ഡോട്ട് ഇടുന്നത്, ആദ്യം തന്നെ കറുപ്പിച്ച് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിസ് ഒരു കുഞ്ഞു ഡോട്ട് ഇട്ടു. ഇനി 3 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് മിസ് ഒരു ഡോട്ട് ഇട്ടു. പിന്നെ 4 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അവരുടെ ഒരു ഡോട്ട് ഇട്ടു. 5 എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. 6 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ബബിൾ ചെയ്യണം. അപ്പോൾ ഇനി ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. ഞാൻ കറക്റ്റായിട്ട് 1ലല്ലേ, 2ന് താഴെ 2ലല്ലേ, 3ന് താഴെ 3ലല്ലേ, 4ന് താഴെ 4ലല്ലേ ഞാൻ ഡോട്ട് ഇട്ട് വെച്ചിട്ടുള്ളത്, ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. എന്നിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ബബിൾ ചെയ്യാം. അപ്പോൾ മിസ് ബബിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മിസ്സിന് ഇവിടെ കുറേ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, 1ൽ ബബിൾ ചെയ്യുന്നു. അപ്പോൾ വൈറ്റ് കാണാത്ത രീതിയിൽ വേണം ബബിൾ ചെയ്യാൻ കേട്ടോ. വൈറ്റ് കാണാത്ത രീതിയിൽ വേണം നിങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ ബബിൾ ചെയ്യാൻ.
ഓക്കെ റെഡി. ഇനി ആ ഒരു സർക്കിൾ ഉണ്ടാവില്ല, ആ ഒരു 1 എന്ന് എഴുതിയിട്ടില്ല, ആ ഒരു സർക്കിൾ ഉണ്ടായിരിക്കും, അത് കംപ്ലീറ്റ് ആയിട്ട് മൂടുന്ന രീതിയിൽ, വെള്ള കാണാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം. അങ്ങനെ ഓരോ നമ്പേഴ്സും എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ടായിരിക്കും, അടുത്തത് നമുക്ക് എഴുതാനുള്ള മറ്റൊരു കോളം ഉണ്ടായിരിക്കും, അതും ഇതേപോലെ തന്നെ ഇവിടെ നമ്പർ എഴുതുക, അതിനുശേഷം താഴേക്ക് ബബിൾ ചെയ്യുക. പിന്നെ നമുക്ക് സെറ്റ് തന്നിട്ടുണ്ടായിരിക്കും. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ABCD എന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഏത് സെറ്റാണ് എന്നുള്ളത് നോക്കുക. അപ്പോൾ A ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങളിവിടെ A എന്ന് എഴുതിയതിന് ശേഷം അതിവിടെ മാർക്ക് ചെയ്യുക, A എന്നുള്ളതിൽ ബബിൾ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മാറ്റിനും സാറ്റിനും രാവിലെ നടക്കുന്ന എക്സാമിനും ഉച്ചയ്ക്ക് നടക്കുന്ന എക്സാമിനും സെയിം സെറ്റ് തന്നെയല്ലേ കിട്ടുന്നതെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം, ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ഏത് മീഡിയമാണ്, മലയാളം മീഡിയമാണോ, ഇംഗ്ലീഷ് മീഡിയമാണോ, തമിഴ് മീഡിയമാണോ, ഓക്കെ തമിഴ് കന്നഡ ഏത് മീഡിയമാണെന്നുള്ള കാര്യം ചൂസ് ചെയ്തിട്ട് അതിലും എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. ഓക്കെ റെഡി. അവിടെ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം. പിന്നെ നമ്മൾ ജെൻഡർ ഏതാണ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള കാര്യം അത് നിങ്ങൾ ബബിൾ ചെയ്യുക. സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ്, ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് സിഗ്നേച്ചർ കൊടുക്കണം. അപ്പം നിങ്ങളുടെ സൈൻ എന്ത് ചെയ്യുക, നിങ്ങൾ നീറ്റായിട്ട് അവിടെ സൈൻ ചെയ്യുക. ഓക്കെ, ആദ്യം ഇട്ടു പിന്നെ മായ്ക്കാനൊന്നും പറ്റില്ല, അപ്പം നീറ്റായിട്ട് സൈൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഇൻവിജിലേറ്റർ, ക്ലാസ് റൂമിൽ ഇൻവിജിലേറ്റർ വന്നിട്ട് സൈൻ ചെയ്ത് തരും. ഓക്കെ, ഇവിടെ ഒന്നും പോയിട്ട് സൈൻ ചെയ്യരുത് കേട്ടോ. പിന്നെ നമ്മുടെ ആൻസേഴ്സിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യം നമുക്ക് സോഷ്യൽ സയൻസ് ഉണ്ടായിരിക്കും, പിന്നെ സയൻസ് ഉണ്ടായിരിക്കും, പിന്നെ മാത്സ് ഉണ്ടായിരിക്കും. അപ്പോൾ കണ്ടോ, 1 മുതൽ 35 വരെ സോഷ്യൽ സയൻസ് ആണ്, 36 മുതൽ 70 വരെ നമുക്ക് ബേസിക് സയൻസ് ആണ്, 71 മുതൽ 90 വരെ മാത്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം സോഷ്യൽ സയൻസിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആദ്യം ഞാൻ ഓർത്തു ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ എന്ന് വിചാരിച്ചു, ആൻസർ A മാർക്ക് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് തോന്നുകയാണ്, അല്ല A അല്ല തോന്നുന്നു B ആണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, B കൂടെ മാർക്ക് ചെയ്തു. ഏതെങ്കിലും ഒന്ന് എന്തായാലും ശരിയാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ എനിക്ക് മാർക്ക് കിട്ടും. അങ്ങനെയല്ല കേട്ടോ, മാർക്ക് കിട്ടില്ല. 2 എണ്ണം ഒരേ ക്വസ്റ്റിന് 2 ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. കറക്റ്റ് ആയിട്ട് ഒരെണ്ണം തന്നെ വേണം മാർക്ക് ചെയ്യാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10 ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ എന്നുണ്ടെങ്കിൽ അതിൽ ഓപ്ഷൻ C മാത്രം എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് നിങ്ങൾ ബബിൾ ചെയ്ത് മാർക്ക് ചെയ്യുക. ഓക്കെ റെഡി ആണല്ലോ. ഇങ്ങനെ നിങ്ങൾ ഓരോരോ ക്വസ്റ്റ്യനും എന്ത് ചെയ്യണം, 90 ക്വസ്റ്റ്യൻ വരെ ഉണ്ടായിരിക്കും. അപ്പോൾ 90 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല, അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക കേട്ടോ. റെഡി. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക. ആൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു എക്സാമിൻ്റെ ടൈം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ഈ ഒരു OMR ഷീറ്റ് അവർ വാങ്ങുന്നതാണ്. അപ്പോൾ കുറേ നേരം നിങ്ങൾ എന്ത് ചെയ്യരുത്, കിട്ടാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ സമയം കളഞ്ഞിരിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് 90 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ 90 മിനിറ്റ് ആണ് സമയമുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മയുണ്ടായിരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട്. റെഡി അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്, OMR ഷീറ്റ് ബബിൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. മൾട്ടിപ്പിൾ ബബിൾ ചെയ്യരുത്. ഒരു ക്വസ്റ്റിന് മൾട്ടിപ്പിൾ ബബിൾ ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ബബിൾ ചെയ്യുക കേട്ടോ. വൈറ്റ് കാണാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് ബബിൾ ചെയ്യുക. ബബിൾ ചെയ്ത് കൂടി പോയിട്ട് കീറാനും പാടില്ല. ഓക്കെ റെഡി ആണല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻവിജിലേറ്റേഴ്സിനോട് ചോദിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് നാളത്തെ എക്സാം പോയി എഴുതുക. ഒരു ടെൻഷനും വേണ്ട. എൻ്റെ കുട്ടികൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കും. എല്ലാവരും നന്നായിട്ട് പോയി എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്.